നമസ്കാരം. ഈ ദിവസത്തെ വാർത്തകളുടെ സമഗ്ര ചിത്രം നോക്കാം. 9 തലക്കെട്ടുകളുമായി ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. സ്വകാര്യ സർവകലാശാല തുടങ്ങുന്നത് വിദ്യാഭ്യാസ കച്ചവടത്തിനല്ലെന്ന് മുഖ്യമന്ത്രി. സാമൂഹിക നീതി ഉറപ്പാക്കുമെന്ന് പിണറായി. മൂർത്തമായ സാഹചര്യം, മൂർത്തമായ തീരുമാനമെന്ന് ആർ ബിന്ദു. മെറിറ്റും സംഘടനാ പ്രവർത്തന സ്വാതന്ത്ര്യവും ഉറപ്പാക്കണമെന്ന് SFI. SFIയോട് ക്ഷമിച്ചെന്ന് TP ശ്രീനിവാസൻ. ബ്രൂവറിയിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഓർത്തഡോക്സ് സഭ. നയം ഇരുട്ടിനെ കൂരിരുട്ടാക്കുന്നതെന്ന വിമർശനം. നീക്കം മദ്യത്തിന്റെ കുത്തൊഴുക്കിന് വഴിവെക്കും. ഇതിനെതിരെ ജനം പ്രതികരിക്കുമെന്ന് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ. കാട്ടാന ആക്രമണം ചർച്ച ചെയ്യാൻ നാളെ ഉന്നതതല യോഗം. കാട്ടാനക്കലിയിൽ ജീവൻ നഷ്ടപ്പെട്ട 3 പേർക്ക് വിട നൽകി നാട്. മലപ്പുറത്ത് ഇടഞ്ഞ ആന കിണറ്റിൽ വീണു. അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയ്ക്ക് ചികിത്സ നൽകും. കുളത്തൂപ്പുഴയിലെ ഓയിൽ പാം എസ്റ്റേറ്റിൽ തീപിടുത്തം. ഏക്കർ കണക്കിന് എണ്ണപ്പനകൾ കത്തിനശിച്ചു. തീ അണയ്ക്കാൻ ശ്രമം തുടരുന്നു. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തേക്ക്. സംസ്ഥാനത്ത് ഇനിയും ചൂട് കൂടുമെന്ന മുന്നറിയിപ്പ്. പാതിവില തട്ടിപ്പിൽ കേസെടുത്ത് ED. അനന്തു കൃഷ്ണന്റെ ജാമ്യാപേക്ഷ തള്ളി കോടതി. അനന്തുവിനൊപ്പം ഉണ്ടായിരുന്ന യുവതിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നില്ലെന്ന് പരാതി. അനന്തു കൃഷ്ണന് വേണ്ടി ഹാജരാകുമെന്ന് ലാലി വിൻസെന്റ്. പണം വാങ്ങിയിട്ടില്ലെന്ന് വിശദീകരിച്ച് ഡീൻ കുര്യാക്കോസ്. സ്മോക്ക് പാർട്ടി നടത്തിയെന്ന കേസിൽ ഷൈൻ ടോം ചാക്കോ കുറ്റവിമുക്തൻ. തെളിവ് കണ്ടെത്താനായില്ല. എല്ലാ പ്രതികളെയും വെറുതെ വിട്ട് എറണാകുളം സെഷൻസ് കോടതി. താരത്തിന് ആശ്വാസം. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ആദ്യ കൊക്കൈൻ കേസിൽ നിന്ന്. അടൂരിൽ 5ാം ക്ലാസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു. 16കാരനടക്കം 2 പേർ റിമാൻഡിൽ. മുക്കം പീഡനശ്രമ കേസിൽ ആരോപണവുമായി യുവതി. ആൺ സുഹൃത്തുമായുള്ള ദൃശ്യങ്ങൾ കാട്ടി ദേവദാസ് ബ്ലാക്ക് മെയിലിംഗിന് ശ്രമിച്ചു. എൻ്റെ സ്ഥാപനത്തിൽ വരാൻ പോകുന്ന സ്റ്റാഫല്ലേ, അവളുടെ എല്ലാ ഇതും ഞാൻ ചിലവെല്ലാം ഞാൻ നോക്കിക്കോളാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നീട് അയാൾ എല്ലാം ചെയ്തു തന്ന്. ഞാൻ വേണ്ടാന്ന്, അയാൾ എത്ര പൈസ ഇട്ട് തന്നപ്പോൾ ഞാൻ അത് വേണ്ടാന്ന് പറയുന്ന എല്ലാ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട്. ഇതുവരെ 1 രൂപ പോലും ഞാൻ അയാളുടെ അടുത്ത് ചോദിച്ചു മേടിച്ചിട്ടില്ല. ജമ്മുവിൽ IED സ്ഫോടനം. 2 സൈനികർക്ക് വീരമൃത്യു. ഒരാളുടെ നില ഗുരുതരം. ആക്രമണം അക്നൂർ സെക്ടറിൽ. AI തൊഴിൽ നഷ്ടമുണ്ടാക്കുമോ എന്നതിൽ ആശങ്കയെന്ന് പ്രധാനമന്ത്രി. വെല്ലുവിളികൾ നേരിടാൻ രാജ്യങ്ങൾ സഹകരിക്കണം. മോദിയുടെ ഫ്രാൻസ് സന്ദർശനം തുടരുന്നു. ഹമാസ് എല്ലാ ബന്ദികളെയും ശനിയാഴ്ചയ്ക്കകം മോചിപ്പിക്കണമെന്ന് ട്രംപ്. ഇല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ അവസാനിപ്പിക്കും. വിശദമായി നോക്കാം. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങുന്നത് വിദ്യാഭ്യാസ കച്ചവടത്തിനല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. LDFും സർക്കാരും ഒരു കാര്യം ചെയ്താൽ അത് സാമൂഹിക നീതി ഉറപ്പാക്കി മാത്രമേ ചെയ്യൂ. സ്വകാര്യ സർവകലാശാലകളിൽ പൊതു സംവരണം ഉണ്ടാകും. സ്വകാര്യ സർവകലാശാലകളിൽ സാമൂഹ്യ നീതി പ്രതിഫലിക്കും. ഇത് സംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണോ? LDFും സർക്കാരും ചെയ്യുന്നതിനെ അനാവശ്യമായി വിമർശിക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തൃശൂരിൽ CPM ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പിണറായി. വിദ്യാഭ്യാസ കച്ചവടത്തിന്റെ അവസരമൊരുക്കി കൊടുക്കുകയല്ല, എന്നാൽ വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ മികവ് നേടുന്നതിനാവശ്യമായ ഇടപെടലുണ്ടാവുക എന്ന് പ്രധാനമാണ്. അപ്പോൾ സ്വകാര്യ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ മറ്റെല്ലായിടങ്ങളിലുമുള്ള കാര്യം കേരളത്തിൽ അനുവദിച്ചുകൂടെ എന്ന ചോദ്യം സ്വാഭാവികമായി ഞങ്ങൾ നേരിട്ടു. എന്തു ചെയ്യും? വേണ്ടാന്ന് നോക്കണോ? സ്വകാര്യ സർവകലാശാല കാലഘട്ടത്തിന് അനിവാര്യമായ തീരുമാനമെന്ന് മന്ത്രി ആർ ബിന്ദു. നയപരമായ തീരുമാനമാണ് CPM കൈക്കൊണ്ടത്. SFIയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനായിട്ടുണ്ട്. CPI എതിർത്തിട്ടില്ലെന്നും ഭേദഗതി വേണമെന്നാണ് ആവശ്യപ്പെട്ടതെന്നും ആർ ബിന്ദു പറഞ്ഞു.
ഇന്ന് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും സ്വകാര്യ സർവകലാശാലകൾ എന്നുള്ളത് യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ആഗോളവൽക്കരണത്തിൻ്റെ 3.5 പതിറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. വളരെ മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹമായി ഇന്ത്യയും മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ആഗോളവൽകൃത ലോകക്രമത്തിൻ്റെ ഭാഗമായിട്ട്. അവിടെ പല കാര്യങ്ങളിലും നമുക്ക് ഒരു ജനത എന്നുള്ള നിലയിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ കാലാനുസൃതമായ മാറ്റങ്ങളിലൂടെ പോയേ തീരും. സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ ആരംഭിക്കുമ്പോൾ വളരെ കൃത്യമായ സാമൂഹ്യ നിയന്ത്രണങ്ങൾ ഉറപ്പാക്കിക്കൊണ്ടാണ് നമ്മൾ ആ ബില്ല് തയ്യാറാക്കിയിട്ടുള്ളത്. ഗവൺമെൻറ്റിൻ്റെയും മറ്റ് പൊതു സംവിധാനങ്ങളുടെയും കൃത്യമായ ജാഗ്രതയും ഇടപെടലും അതുപോലെ റെഗുലേഷൻ എല്ലാം ഉറപ്പാക്കുന്ന രീതിയിലാണ് ഈ ബില്ലിൻ്റെ ഉള്ളടക്കം വരിക എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുറേ കൂടെ സാമൂഹ്യ നിയന്ത്രണമുള്ള സംവിധാനമായി തന്നെയാണ് കേരളത്തിലെ സ്വകാര്യ സർവകലാശാലകൾ പ്രവർത്തിക്കുക. സ്വകാര്യ സർവകലാശാലകളിൽ സാമൂഹിക നീതിയും മെറിറ്റും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന സ്വാതന്ത്ര്യവും ഉറപ്പാക്കണമെന്ന് SFI. അധ്യാപകരുടെയും ജീവനക്കാരുടെയും ജനാധിപത്യ അവകാശങ്ങൾ ഉറപ്പാക്കണം. ഇന്റേണൽ മാർക്ക് പരാതി പരിഹാര സമിതിയിൽ വിദ്യാർത്ഥി പ്രാതിനിധ്യം വേണം. പിന്നാക്ക വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവ് നൽകണം. സ്വകാര്യ സർവകലാശാല ബിൽ പാസാക്കും മുമ്പ് വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തണമെന്നും SFI ആവശ്യപ്പെട്ടു. സ്വകാര്യ സർവകലാശാല വൈകി ഉദിച്ച വിവേകമെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ UDF സർക്കാരുകൾ കൊണ്ടുവന്ന പുരോഗമനപരമായ എല്ലാ മാറ്റങ്ങളെയും അന്ധമായി എതിർക്കുകയും പിന്നീട് പുകഴ്ത്തുകയും ചെയ്ത ചരിത്രമാണ് CPM-നുള്ളത്. കാലത്തിനനുസരിച്ചുള്ള മാറ്റം ഉൾക്കൊള്ളാൻ CPM എന്ന പിന്തിരിപ്പൻ പ്രസ്ഥാനത്തിന് വർഷങ്ങൾ വേണ്ടിവരും. എന്നാൽ തിരുത്താൻ വൈകിയത് മൂലം അവസരങ്ങൾ ഏറെ നഷ്ടപ്പെട്ട നാടാണ് കേരളം. +2, ശാസ്ത്രീയ വിദ്യാഭ്യാസം, ഓട്ടോണമസ് കോളേജ്, സ്വകാര്യ സർവകലാശാലകൾ, വിദേശ സർവകലാശാലകളുമായി സഹകരണം തുടങ്ങിയ കാലോചിതമായ എല്ലാ പരിഷ്കാരങ്ങൾക്കും CPM തുരങ്കം വെച്ചു. ഈ നയങ്ങളുടെ എല്ലാം പ്രയോക്താവുമായി പിന്നീട് CPM മാറിയെന്നും സുധാകരൻ പറഞ്ഞു. സ്വകാര്യ സർവകലാശാലകൾ നേരത്തെ വന്നിരുന്നുവെങ്കിൽ കൂടുതൽ ഗുണം ചെയ്തേനെ എന്ന് TP ശ്രീനിവാസൻ. വെർച്വൽ കോളേജിലേക്ക് കാലഘട്ടം മാറുകയാണ്. ന്യൂസ് 18 പ്രൈം ഡിബേറ്റിലാണ് TP ശ്രീനിവാസന്റെ പ്രതികരണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് 20 വർഷം ലേറ്റായിപ്പോയി എന്നുള്ളതാണ്. കാരണം ആ കാലഘട്ടത്തിൽ ഞാനിത് പ്രപ്പോസ് ചെയ്ത സമയത്ത് കുട്ടികൾക്ക് ആർട്സ് ആൻഡ് സയൻസ് കോളേജസിൽ പോലും അഡ്മിഷൻ കിട്ടാത്ത സ്ഥിതിവിശേഷമായിരുന്നു. ആ കോളേജുകൾക്ക് നിലവാരമില്ലായിരുന്നു. അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് പുറത്തു പോയാൽ സാധ്യതകളില്ലായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് ഞാനിത് പ്രപ്പോസ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ 15 കൊല്ലത്തിന് ശേഷം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം മുഴുവനായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ആർക്കും ഇവിടെ പഠിക്കേണ്ട. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളരെയധികം വേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് ഒരു വെർച്വൽ യൂണിവേഴ്സിറ്റീസിലേക്കോ വെർച്വൽ കോളേജസിലേക്കോ വെർച്വൽ സ്കൂളുകളിലേക്കോ മാറും. നമ്മുടെ സ്വന്തം മുറിയിൽ ഒരു പ്രൊഫസർ വന്ന് പഠിപ്പിക്കുന്ന പ്രതീതി ഉണ്ടാക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ രംഗമാണ് വരാൻ പോകുന്നത്. അതുപോലെ ഡയറക്റ്റായിട്ട് ഇൻഫർമേഷൻ ആൻഡ് നോളജ് ജനങ്ങളുടെ ബ്രെയിനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ടെക്നോളജിയും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ ബിൽഡിങ്ങുള്ള യൂണിവേഴ്സിറ്റികൾക്ക് വലിയ പ്രാധാന്യം ഇല്ല എന്നുള്ളതാണ് നോക്കാനുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഈ ഇത്രയും താമസിച്ചു പോയതുകൊണ്ട് ഇതിൻ്റെ ഇഫക്റ്റീവ്നെസ് കുറവായിരിക്കും എന്നാണ് എൻ്റെ ഭയം. നേരത്തെ ആയിരുന്നെങ്കിൽ കൂടുതൽ ഗുണം ഉണ്ടാവുമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ യേശു ക്രിസ്തുവിനെ കോട്ട് ചെയ്യുന്നത് ശരിയല്ല. അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹത്തിനെ ക്രൂശിച്ചപ്പോൾ ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഞാൻ അവരോട് ക്ഷമിക്കുന്നു എന്നല്ലേ? ആ ഒരു സ്പിരിറ്റിൽ തന്നെയാണ് ഞാനും പറയുന്നത്. അവർക്ക് അറിയാൻ വയ്യാത്ത കാര്യം, അവർക്കെതിരായിട്ടുള്ള കാര്യമാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരോട് ക്ഷമിക്കുകയല്ല, നമ്മൾ എന്താണ് വേണ്ടത്? കൊല്ലം കുളത്തൂപ്പുഴ കണ്ടൻചിറ ഓയിൽ പാം എസ്റ്റേറ്റിൽ തീപിടുത്തം. ഏക്കർ കണക്കിന് എണ്ണപ്പനകൾ കത്തിനശിച്ചു. വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. ഇപ്പോഴും തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണോ? അതെ ആര്യ, ഉച്ചയ്ക്ക് 3 മണിയോടുകൂടിയാണ് അതിശക്തമായ രീതിയിലുള്ള തീപിടുത്തം ഉണ്ടായത്. ആദ്യം കണ്ടൻചിറ ഓയിൽ ഫാമിന്റെ റോഡ് വശത്താണ് തീ പടർന്നത്. പിന്നീട് ഏക്കർ കണക്കിന് എണ്ണപ്പനകൾ കത്തി നശിക്കുന്ന നിലയിലേക്ക് തീ നിയന്ത്രണാതീതമായി തുടരുകയായിരുന്നു. 2 ഫയർഫോഴ്സ് യൂണിറ്റാണ് ആദ്യം തീയണയ്ക്കുവാനായി എത്തിയത്.
പക്ഷേ നാട്ടുകാരും ഫയർഫോഴ്സും കഠിന ശ്രമം നടത്തിയെങ്കിലും തീ അണയ്ക്കാൻ സാധിച്ചില്ല. പിന്നീട് പുനലൂരിൽ നിന്നും ഒരു യൂണിറ്റ് കൂടി എത്തിയിരുന്നു. ഇപ്പം അവസാനമായി 5 ഫയർ യൂണിറ്റുകൾ തീ അണയ്ക്കാനുള്ള കഠിന ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തോട്ടം മേഖല ആയതുകൊണ്ട് തന്നെ ഉണങ്ങിയ കരിയിലകൾ തോട്ടത്തിലുള്ളത് തീ അണയ്ക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതുകൂടാതെ ശക്തമായ കാറ്റുണ്ട്. കാറ്റ് ഓരോ പനകളിലേക്കും തീ പിടിക്കുമ്പോൾ തീ ആളിപ്പടർന്ന നിലയിലേക്ക് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിശക്തമായ പുക പടല നിൽക്കുന്നത് കൊണ്ട് തീ അണയ്ക്കുന്നതിന് ബുദ്ധിമുട്ടായിരിക്കുകയാണ്. രാത്രിയാണ്. തീ വീണ്ടും പടർന്ന് പിടിക്കാനാണ് സാധ്യത. തീ ക്രമാതീതമായി ഇപ്പോൾ ഉയർന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മനോജ്, അതായത് ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അങ്ങോട്ടേക്ക് എത്തി തീ നിയന്ത്രണ വിധേയമാക്കാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലേ. ഈ ചൂട് കൂടിയതാണോ തീപിടുത്തത്തിന് കാരണമായത്? പ്രദേശത്ത് ചൂട് കൂടുതലാണ്. അതുപോലെ തന്നെ വരൾച്ച ശക്തമായതുകൊണ്ട് ഈ ഇലകള് തോട്ടത്തില് ഉണങ്ങിയ ഇലകളുണ്ട്. ഇലകൾക്ക് തീ പിടിച്ച് മരങ്ങളിലേക്ക് പടരുകയാണ്. ഈ എണ്ണപ്പനയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഈ ഓലകള് ഒഴിഞ്ഞതിന്റെ ചുവട്ടിലേക്ക് കിടക്കാറുണ്ട്. ഈ തീ ആളിപ്പിടിച്ച് പനയുടെ മുകളിലേക്ക് പിടിച്ചിട്ട് അടുത്ത പനയിലേക്ക് പടരുന്ന രീതിയിലാണ് ഇങ്ങനെ തീ പൊക്കൊണ്ടിരിക്കുന്നത്. അവസാനമായിട്ട് നെടുമങ്ങാട് നിന്നുള്ള ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയിട്ടുണ്ട്. എന്നാലും തീ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് തീയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്താണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത്? ഇന്ന് രാത്രിയോടുകൂടിയെങ്കിലും ഇത് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ടോ? അല്ല, ഫയർഫോഴ്സിന് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോട്ടം മേഖലയിൽ നിന്നും ഒരു യൂണിറ്റിലെ വെള്ളം തീർന്നു കഴിഞ്ഞാൽ കിലോമീറ്ററുകൾ ഓടി കുളത്തൂപ്പുഴ ആറ്റിൽ പോയി വെള്ളം ശേഖരിക്കേണ്ട ഒരു സ്ഥിതിയാണ്. അത് തന്നെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്. ഒരു വാഹനം പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും ഏകദേശം 1 മണിക്കൂറോളം താമസിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് ഫയർഫോഴ്സ് ജീവനക്കാർ പറയുന്നത്. വലിയ നാശനഷ്ടമായിരിക്കുമല്ലോ സ്വാഭാവികമായും ഉണ്ടായിരിക്കുന്നത്. എത്ര ഏക്കറോളം സ്ഥലത്ത് ഈ തീ പടർന്നു എന്നാണ് പ്രാഥമികമായി കരുതുന്നത്? അല്ല, അവരുടെ പ്രാഥമികമായ ഒരു കണക്ക് ഈ പുക നീക്കുന്നതുകൊണ്ട് ഏകദേശം, അത് മാത്രം രാത്രി ആയതുകൊണ്ട് ഏകദേശം സ്ഥലം വ്യക്തമല്ല. എങ്കിലും കുറഞ്ഞത് ഒരു 15 ഏക്കറോളം തീ പിടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. കോടികളുടെ നഷ്ടം. പനങ്കുലകൾ വെട്ടാൻ പരുവത്തിന് നിൽക്കുന്നതായിരുന്നു കോടികളുടെ. അതാണ് ഈ പനങ്കുലയ്ക്കകത്ത് എണ്ണമയം കൂടെ ഉള്ളത് കൊണ്ട് തീ വളരെ വേഗം പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ വളരെ വേഗമാണ് തീ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 15 ഏക്കറോളം കത്തി നശിച്ചെന്നാണ് ഇപ്പം അനൗദ്യോഗികമായിട്ട് ലഭിച്ചിട്ടുള്ള കണക്കുകൾ. ഓക്കെ, മനോജ് അപ്പുക്കുട്ടനാണ് വിവരങ്ങൾ നൽകുന്നത്. മനോജ്, ദയവായി തുടരുക. എന്തായാലും കുളത്തൂപ്പുഴയാണ് കണ്ടൻചിറ ഓയിൽ പാമിൽ ഈ വലിയ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കാൻ പെടാപ്പാടുപെടുകയാണ് ഫയർഫോഴ്സ്. ചൂട് കൂടിയ ഈ സാഹചര്യത്തിൽ വനാതിർത്തിയോട് ചേർന്ന മേഖലകളിലുമൊക്കെയും ഇത്തരത്തിൽ കാട്ടുതീ പടരാൻ അല്ലെങ്കിൽ തീ കത്തിപ്പടരാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യം നേരത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അവിടുത്തെ നാട്ടുകാരൊക്കെയും ഫയർഫോഴ്സ് യൂണിറ്റിന്റെ സേവനമൊക്കെയും അവരുടെ പരിസര പ്രദേശങ്ങളിൽ തന്നെ എത്രയും വേഗം ലഭ്യമാക്കണം എന്നുള്ള ആവശ്യമൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷെ അതൊന്നും ഫലവത്തായില്ല. എന്തായാലും ഇപ്പോൾ വലിയ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഈ ഓയിൽ പാം എസ്റ്റേറ്റിൽ ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടേക്ക് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് വിലങ്ങാട് വനഭൂമിയിലും കാട്ട് തീ പടരുകയാണ്. തെക്കേ വായാട് റവന്യൂ ഫോറസ്റ്റിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. കാട്ടുതീ കൃഷിയിടങ്ങളിലേക്കും പടരുകയാണ്.
നേരത്തെ കൊല്ലം കുളത്തൂപ്പുഴ എസ്റ്റേറ്റിൽ തീപിടുത്തം ഉണ്ടായതുപോലെ സമാനമായ സാഹചര്യം തന്നെയാണ് കോഴിക്കോട് വിലങ്ങാട് വനഭൂമിയിലും നിലനിൽക്കുന്നത്. ഇവിടെ കാട്ടുതീ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. തെക്കേ വായയുടെ റവന്യൂ ഫോറസ്റ്റിലാണ് കാട്ടുതീ പിടുത്തം ഉണ്ടായിരിക്കുന്നത്. കാട്ടുതീ കൃഷിയിടങ്ങളിലേക്കും പടരുന്നു. അത്തരത്തിൽ കൃഷിനാശം കൂടി ഉണ്ടായിട്ടുണ്ട്. ഫയർഫോഴ്സ് യൂണിറ്റ് അടക്കം സ്ഥലത്തേക്ക് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വിലങ്ങാട്. ഇന്ന് വൈകുന്നേരം 5 മണിയോട് കൂടിയിട്ടാണ് തീപിടുത്തം ഉണ്ടായത്. തീ മറ്റിടങ്ങളിലേക്കും പടരുന്നത് നാട്ടുകാർക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും അതേസമയം തന്നെ ഫയർഫോഴ്സ് യൂണിറ്റിനൊപ്പം നാട്ടുകാരും ഈ തീ അണയ്ക്കാനുള്ള ശ്രമത്തിൽ ഉണ്ട്. അത് കൂടുതൽ കൃഷിയിടങ്ങളിലേക്ക് അടക്കം തീ പടരുന്നത് തടയാൻ സാധിച്ചിട്ടുണ്ട്. കനത്ത നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ശക്തമായ കാറ്റിൽ തീ മറ്റിടങ്ങളിലേക്ക് പടരുമോ എന്ന ആശങ്ക പക്ഷേ ഇപ്പോഴും നിലനിൽക്കുകയാണ്. തീ ഇപ്പോഴും പൂർണ്ണമായി നിയന്ത്രണ വിധേയമായിട്ടില്ല. തീ അണയ്ക്കാനുള്ള ശ്രമം നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് വിലങ്ങാട്. സംസ്ഥാനത്ത് വേനൽ ചൂട് കണക്കിലെടുത്ത് പുറം ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയം പുനഃക്രമീകരിച്ചു. സൂര്യാഘാത സാധ്യത കണക്കിലെടുത്താണ് തീരുമാനം. പുറം ജോലി ചെയ്യുന്നവർക്ക് ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ വിശ്രമം അനുവദിക്കണം. മെയ് 10 വരെയാണ് തൊഴിൽ സമയം പുനഃക്രമീകരിച്ചത്. പ്രത്യേക ടീമുകൾ രൂപീകരിച്ച് പരിശോധന നടത്തുമെന്നും തൊഴിൽ വകുപ്പ് അറിയിച്ചു. കൂടുതൽ വാർത്തകളിലേക്ക് എത്തും മുമ്പ് ഒരു ചെറിയ ഇടവേള. തിരികെ വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ കാട്ടാന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ വനം വകുപ്പ് ഉന്നതതല യോഗം നാളെ. ബന്ധപ്പെട്ട എല്ലാ വിഭാഗങ്ങളുടെയും മേധാവികളെ പങ്കെടുപ്പിച്ചാണ് യോഗം. പട്രോളിംഗ് ശക്തിപ്പെടുത്താൻ എല്ലാ വിഭാഗങ്ങളെയും ഉദ്യോഗസ്ഥരെ പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നലെ മാത്രം കാട്ടാന ആക്രമണത്തിൽ 3 പേർ മരിച്ചു. ഇടുക്കി പെരുവന്താനത്ത് കാട്ടാന വീട്ടമ്മയുടെ ജീവനെടുത്തതിന് പിന്നാലെ വയനാട് നൂൽപ്പുഴയിലുണ്ടായ ആക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടു. തിരുവനന്തപുരം പാലോട് മധ്യവയസ്കൻ കൊല്ലപ്പെട്ടത് കാട്ടാന ആക്രമണത്തിലാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു. ഇന്നലെ വൈകിട്ട് 6 മണിയോടെ പെരുവന്താനത്തിന് സമീപം മതമ്പ കൊമ്പൻപാറയിലാണ് സോഫിയ ഇസ്മായിലിനെ കാട്ടാന ചവിട്ടിക്കൊന്നത്. കുളിക്കാനായി വീടിന് സമീപത്തെ അരുവിയിലേക്ക് പോയ സോഫിയയെ ആന ചവിട്ടിക്കൊല്ലുകയായിരുന്നു. ഇടുക്കി സംഭവത്തിലെ ഞെട്ടൽ മാറും മുമ്പാണ് വയനാട് നൂൽപ്പുഴ കാപ്പാട് ഉന്നതിയിലെ മാനുവിന്റെ മരണവാർത്ത. ബത്തേരിയിൽ നിന്ന് 14 കിലോമീറ്റർ അപ്പുറം നൂൽപ്പുഴയിൽ നിന്ന് കാപ്പാടിന് പോകുന്ന വഴിയിൽ ഇരുമ്പുപാലത്തിന് സമീപമായിരുന്നു സംഭവം. കവലയിൽ നിന്ന് സാധനങ്ങളുമായി വരുമ്പോൾ വയലിൽ വെച്ചാണ് കാട്ടാനയുടെ മുന്നിൽപ്പെട്ടത്. ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം സ്ഥിരമായി കാട്ടാന ശല്യമുള്ള മേഖലയാണ്. തിരുവനന്തപുരം പാലോട് മടത്തറ പുലാക്കോട് ചതുപ്പിൽ ബാബുവും കൊല്ലപ്പെട്ടത് കാട്ടാനയാക്രമണത്തിൽ. മൃതദേഹത്തിന് 5 ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു. പാലോട് പോലീസും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നടത്തിയ പരിശോധനയിലാണ് മരണം കാട്ടാനയുടെ ആക്രമണത്തിൽ എന്ന് സ്ഥിരീകരിച്ചത്. ജോലിക്ക് പോയ ബാബുവിനെ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഇടുക്കി പെരുവന്താനത്ത് ഇന്നലെ കാട്ടാന ചവിട്ടിക്കൊന്ന സോഫിയയ്ക്ക് സുഖമില്ലാത്ത ഒരു കുട്ടിയടക്കം 2 മക്കളാണ്. സോഫിയയുടെ ഒരു പഴയ വീഡിയോ ഞങ്ങൾ ഇവിടെ പങ്കുവെക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും വന്നേക്കാവുന്ന മരണത്തെക്കുറിച്ചാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. വന്യജീവി ആക്രമണത്തെക്കുറിച്ച് സോഫിയും കുടുംബവും വിവരിക്കുകയാണ്. ബ്ലോക്ക് റിസോഴ്സ് സെന്റർ ഓഫീസർമാരോടുള്ള ഇവരുടെ വാക്കുകളിൽ ഭീതിയും നിസ്സഹായതയുമുണ്ട്. പ്രദേശത്ത് മാത്രം 27 കാട്ടാനകൾ തമ്പടിച്ചിട്ടുണ്ട്. കൂടാതെ പുലിയുടെയും കടുവയുടെയും സാന്നിധ്യവും. മാസങ്ങൾക്ക് മുൻപാണ് ഈ വീഡിയോ ചിത്രീകരിച്ചത്. ഞാൻ ഇറങ്ങുന്ന മുമ്പ് ഇവരെ ഇറങ്ങി വന്നിട്ട് ഇവിടെ പുലി ഇറങ്ങി, പുലി ഓടി, പുലി അപ്പനെ ഇവിടെ പട്ടിയെ പിടിച്ചിട്ട് താട്ടിയാടി പട്ടിയെ കൊണ്ടുപോയി. അത് 50-60 കിലോ വരെ അത് എടുക്കും. ഇത്രയും ഉണ്ട് സാറേ.
ശരിക്കും പറയുകയാണെങ്കിൽ 27 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. 27 കിലോമീറ്റർ കറക്റ്റ് ഉണ്ട്. ഈ നാടൊക്കെ വണ്ടി നമ്മൾ ഇത്രയും നടന്നു കയറി ഞങ്ങളുടെ തന്നെയല്ല പിടിച്ച പുറത്തുകാരൻ ഒരു വീടുണ്ട്, 2 പെൺപിള്ളേര് അച്ഛനും അമ്മയും താമസിക്കുന്നത്. അവരുടെ ഒരു 10-15 പശുവിനെ ആദ്യം ഒന്നിനെ കൊണ്ടുപോയത്, പിന്നെ തിരിച്ചുകൊണ്ടുപോയി പശുവിനെ. ഉദ്യോഗസ്ഥരോട് ദുരിതം വിവരിച്ച സോഫിയ ഇന്ന് നമുക്കൊപ്പമില്ല. നാളെ മറ്റാരൊക്കെ ഇതുപോലെ ഇല്ലാതാകുമെന്നും അറിയില്ല. അത് പറയുമ്പോൾ പേടിയല്ല, നിസ്സഹായതയാണ് പലർക്കും. ഒരു ജീവൻ എന്തേറെ വിലയുണ്ടെന്ന് നമ്മൾ കൽപ്പിക്കുന്നു. പക്ഷേ ആ 10 ലക്ഷത്തിൽ ഒതുങ്ങുന്നതല്ല ആരുടെയും ജീവിതം. അതുങ്ങൾ സംസാരിക്കാൻ കഴിവില്ലാത്തൊരു കൊച്ചു. അതൊക്കെ ഈ രാത്രി ഇവിടുന്ന് 4 പിള്ളേരെ ഇവിടുന്ന് അങ്ങോട്ട് കയറിപ്പോന്നു. സന്ധ്യയ്ക്ക് 5:30 കഴിയുമ്പോൾ പലപ്പോഴും തിരിഞ്ഞോടി വന്നിട്ടുണ്ട്. ഈ ആനയുടെ ശല്യം കാരണമുണ്ട്. ശല്യം എന്ന് പറഞ്ഞാൽ ആന വഴി നിൽക്കുമ്പോൾ നമുക്ക് തിരിച്ചോടി പോരുക. അതുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കണം. കൂലിവേല എടുത്ത് ജീവിക്കുന്ന ഇവർ ഇപ്പോൾ സന്ധ്യയായാൽ പുറത്തിറങ്ങാറില്ല. ഈ ഭാഗമെല്ലാം നശിപ്പിക്കാൻ ഞങ്ങൾക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ വയ്യാത്തൊരു അവസ്ഥ. ഇവിടുന്ന് അപ്പുറത്തൊരു കിണറുണ്ട്. ആ കിണറിൻ്റെ ചുറ്റിനും കുറേ കമുകും പിന്നെ വൃക്ഷങ്ങളും നശിപ്പിച്ച് അങ്ങനെ വളരെ ഭയങ്കര ശല്യമാണ്. വന്യജീവി ആക്രമണങ്ങൾ തടയാൻ നടപടി ഉണ്ടാവുമെന്ന് സർക്കാർ പറയുമ്പോഴും RRT സംഘം എന്നത് ഇവരിൽ പലർക്കും കേട്ടുകേൾവി മാത്രം. ഇവിടെ RRT സംഘം എന്ന് പറയുന്നത് കേട്ടുകേൾവി മാത്രമാണ്. കാരണം ഈ പ്രദേശത്തുണ്ടാകുന്ന ഇത് ഇടുക്കി ജില്ലയാണ്. ഇവിടെ ഇങ്ങനത്തെ സംഭവത്തെക്കുറിച്ച് നമുക്കറിയില്ല. പിന്നെ ഉള്ളത് കോട്ടയം ജില്ലയാണ്. വണ്ടൻപാതാലിലുണ്ടെന്നാണ് അറിവ്. പക്ഷേ നമ്മളിവിടെ വന്യമൃഗശല്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ കൊമ്പൂത്തിൽ ഒരു ഗാർഡുണ്ട്, ഫോറസ്റ്റ് ഗാർഡ്, അപ്പോളോ എന്ന് വിളിപ്പേര് ഉദയകുമാർ. ഞങ്ങൾ എന്തൊരാവശ്യമുണ്ടെങ്കിലും പുള്ളിയെ വിളിച്ചാൽ അങ്ങേര് കൃത്യസമയത്ത് ഓടിയെത്തും. പുള്ളി വന്ന് വിളിച്ചറിയിച്ചതിന് ശേഷം മണിക്കൂറുകൾ കഴിഞ്ഞാണ് മറ്റു ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുക. വന്യജീവികൾ പെരുകുന്നതിന് എസ്റ്റേറ്റ് അധികൃതരാണ് ഉത്തരവാദികളെന്ന് പറയുന്നവരുമേറെ. 100 കണക്കിന് പ്രദേശവാസികളുടെ ജീവന് ഭീഷണിയായി വളർന്നു നിൽക്കുകയാണ് അടിക്കാടുകൾ. ഈ എസ്റ്റേറ്റ് മേഖല മുഴുവനും കുറ്റിക്കാടുകൾ വനം. അതിനകത്ത് ആനയ്ക്ക് ഇഷ്ടംപോലെ തീറ്റയുണ്ട്. അപ്പോൾ ഇത് ഉൾവനത്തിലേക്ക് പോയാലും ഓടിച്ചു വിട്ടുന്ന പറയും വീണ്ടും അത് അവിടെ തന്നെ എത്തും. ഇന്ന് ന്യൂസ് 18നോട് സംസാരിച്ചവരെ അധികൃതർ ഓർത്തു വയ്ക്കുക. നാളെ ഇവരാരും മറ്റൊരു വാർത്തയിൽ ഇടം പിടിക്കാതിരിക്കട്ടെ. ന്യൂസ് 18 ഇടുക്കി. മലപ്പുറം പെരിന്തൽമണ്ണ ഉണ്ണിയന്തരൻ കാവിൽ ഇടഞ്ഞ ആന കിണറ്റിൽ വീണു. ക്ഷേത്ര ഉത്സവത്തിന് കൊണ്ടുവന്ന കേരളശ്ശേരി കണ്ണൻ എന്ന ആനയാണ് കിണറ്റിൽ വീണത്. തട്ടിയിടരുത്. CV അനുമോദ് കൂടുതൽ വിവരങ്ങൾ നൽകും. അനുമോദ്, ഇപ്പോഴെന്താണ് സാഹചര്യം? ഈ ആനയെ കരയ്ക്ക് കയറ്റാൻ സാധിച്ചിട്ടുണ്ടോ? ആര്യ, സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. ആനയെ സുരക്ഷിതനായി കരയ്ക്ക് കയറ്റി അതിന്റെ കോലം അടിച്ച് അതിനെ തളച്ചു വാഹനത്തിൽ കയറ്റുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു 6:30 ഈ സംഭവം ഉണ്ടാകുന്നത്. എഴുന്നള്ളിപ്പിന് ശേഷമുള്ള താലം നിരത്തൽ ഒരു ചടങ്ങുണ്ട്. അതിനിടെ സൗണ്ട് ബോക്സിൽ നിന്നും വലിയ ശബ്ദം കേട്ടപ്പോൾ വിരണ്ട് ഓടുകയായിരുന്നു ആന. അല്പം ഇരുട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ആന ഈ കിണറ്റിൽ വീഴുന്നത്. താരതമ്യേന വലിയൊരു കിണറാണ്. തുടർന്ന് JCB ഉപയോഗിച്ച് ഈ കിണറിന്റെ ഒരു ഭാഗം പൊളിച്ചാണ് ആനയെ പുറത്തേക്ക് കയറ്റിയത്. ആന വിരണ്ടോടിയപ്പോഴും അതിനുശേഷവും വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ആർക്കും ആളപായവും ഉണ്ടായിട്ടില്ല. നിലവിൽ സ്ഥിതി ശാന്തമാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇവിടെ ഉണ്ടായിട്ടുമില്ല. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം പെരിന്തൽമണ്ണ ഉണ്ണിയന്തരൻ കാവിലാണ് ആന ഇടഞ്ഞത്. ഭയന്നോടുന്നതിനിടയിൽ ഇരുട്ടിൽ ആന കിണറ്റിൽ വീഴുകയായിരുന്നു. എന്തായാലും ആനയെ JCB ഉപയോഗിച്ച് കിണറിന്റെ ഒരു ഭാഗം ഇടിച്ച് പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ആന ഇപ്പോൾ സുരക്ഷിതനാണ്. മറ്റ് നാശനഷ്ടങ്ങളോ ആളപായമോ പരിക്കുകളോ ഒന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. പെരുമ്പിലാവ് പൊതിയഞ്ചേരിക്കാവ് ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിനിടെ ആനയിടഞ്ഞു. പ്രാദേശിക ആഘോഷ കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ എത്തുന്നതിന് മുമ്പാണ് ഐനിക്കുളങ്ങര മഹാദേവൻ ഇടഞ്ഞത്. ആനയെ ഉടൻ തന്നെ എലിഫന്റ് സ്ക്വാഡ് അംഗങ്ങൾ തളച്ചു. ആന ഇടഞ്ഞതോടെ പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു.
ആളിറങ്ങി ആ കാറിൽ ആളിരിക്കുന്നുണ്ടോ? കുത്തി അങ്ങ് നീക്കിക്കൊണ്ടോയി കാറ് കുത്തി അങ്ങ് നീക്കിക്കൊണ്ടോയി. വീടുമ്പൊന്ന് വരാതെ. മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ പിടികൂടി ചികിത്സിക്കാൻ വനംവകുപ്പ്. സെൻട്രൽ സർക്കിൾ CCFന്റെ നേതൃത്വത്തിൽ ആനയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തി. ചികിത്സയ്ക്കായി കോടനാട് പ്രത്യേക കൂട് നിർമ്മിക്കും. കൂട് നിർമ്മിക്കാനാവശ്യമായ യൂക്കാലി മരങ്ങൾ മൂന്നാറിൽ നിന്ന് എത്തിക്കാൻ നടപടി തുടങ്ങി. വീണ്ടും മയക്കുവെടി വെച്ച ആനയെ കോടനാട് കൊണ്ടുപോകാനാണ് തീരുമാനം. മുറിവേറ്റ ആനയെ പിടികൂടാൻ കുങ്കി ആനകളെയും എത്തിക്കും. വെള്ളിയാഴ്ച ദൌത്യം ആരംഭിക്കാനാണ് നീക്കം. ഇടുക്കി മൂന്നാർ ലോക്കാട് എസ്റ്റേറ്റിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. ഇന്നലെ രാത്രിയോടെയാണ് കുട്ടിയാനയ്ക്കൊപ്പം കാട്ടാനക്കൂട്ടം എസ്റ്റേറ്റിൽ എത്തിയത്. എസ്റ്റേറ്റ് ബംഗ്ലാവ് തകർത്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ മൂന്നാർ കുറ്റവാരിയിലും ഗൂഡാർ വിള എസ്റ്റേറ്റിലും സൈലന്റ് വാലി എസ്റ്റേറ്റിലും ഇതേ കാട്ടാനക്കൂട്ടം എത്തിയിരുന്നു. പുലി സാന്നിധ്യം സ്ഥിരീകരിച്ച കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലെ വല്ലത്തായിപ്പാറയിൽ വനം വകുപ്പ് ക്യാമറ സ്ഥാപിച്ചു. കഴിഞ്ഞ ദിവസം പുലർച്ചെ ഓട്ടോ ഡ്രൈവറാണ് പുലിയെ കണ്ടത്. പ്രദേശത്ത് നേരത്തെയും പുലിയെ കണ്ടിരുന്നു. 2 ദിവസം മുൻപ് പ്രദേശത്ത് നായയെ കാണാതായിരുന്നു. കേരളത്തിന്റെ മലയോരത്ത് താമസിക്കുന്ന മനുഷ്യരുടെ ജീവനും സ്വത്തിനും വലിയ ഭീഷണി നേരിടുകയാണെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ. ആന ചവിട്ടിക്കൊല്ലുന്ന മനുഷ്യന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകിയതുകൊണ്ട് കാര്യമില്ല. നഷ്ടപരിഹാരമല്ല, പ്രശ്നപരിഹാരമാണ് വേണ്ടതെന്നും ബസേലിയോസ് മർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ പറഞ്ഞു. പത്തനംതിട്ടയിൽ മധ്യ തിരുവിതാംകൂർ ഓർത്തഡോക്സ് കൺവെൻഷന്റെ 108ാമത് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മദ്യമയക്കുമരുന്നുകളുടെ ഉപയോഗം കൂടി മനുഷ്യർ തമ്മിൽ കൊന്നൊടുക്കുന്നതായ ഒരു കാലഘട്ടം. അതിനെതിരെ പ്രതികരിക്കുവാനായിട്ട്, അതിനെതിരെ ചെറുവിരൽ പോലും അനക്കുവാൻ സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ വീണ്ടും ബ്രൂവറി പോലെയുള്ളതായ മദ്യ ഒഴുക്കുകൾ ഉണ്ടാക്കുന്നതിന് ഗവൺമെൻറ് തയ്യാറാകുന്നത് ഇരുട്ടിനെ കൂരിരുട്ടാക്കുവാനുള്ളതായ ശ്രമമാണ്. അതൊരിക്കലും ആശാസ്യമായുള്ള ഒരു നടപടിയല്ല. അതിനെതിരെ ജനം പ്രതികരിക്കുന്നെങ്കിൽ അതിശയിക്കാനില്ല. ഈ സമൂഹത്തെ മദ്യമൊഴുക്കി നശിപ്പിക്കരുത്. ഈ സമൂഹം ദൈവസന്നിധിയിൽ പ്രകാശത്തിൽ ജീവിക്കേണ്ടവരാരെ അന്ധകാരത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് അവരെ വിട്ടുകൊടുക്കുവാനായിട്ട് സാധ്യമല്ല. വന്യജീവി ശല്യം രൂക്ഷമായ കോഴിക്കോട് കൂടരഞ്ഞിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. RJD കൂടരഞ്ഞി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കേന്ദ്ര വന നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തുക, വന്യജീവികളിൽ നിന്നും കർഷകർക്ക് സംരക്ഷണം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. പേരുംപുള മുതൽ കൂമ്പാറ വരെയായിരുന്നു നൈറ്റ് മാർച്ച്. കോതമംഗലം പുന്നേക്കാട് വീട്ടിലെ ശുചിമുറിയിൽ നിന്ന് രാജവെമ്പാലയെ പിടികൂടി. കൊണ്ടിമറ്റം സ്വദേശിയുടെ വീട്ടിൽ നിന്നാണ് രാജവെമ്പാലയെ പിടികൂടിയത്. പാമ്പുപിടുത്ത വിദഗ്ധൻ ജുവൽ ജൂഡി പാമ്പിനെ പിടികൂടി വനപാലകർക്ക് കൈമാറി. ഞാൻ വിജയനോടൊക്കെ മാറിയിരിക്കാൻ പറഞ്ഞില്ല. ഒരിടവേള കൂടി. വാർത്തകളിലേക്ക്. അനന്തു കൃഷ്ണനും സംഘവും മോഷ്ടിച്ച കോടികൾ എവിടെ?
പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണനൊപ്പമുണ്ടായിരുന്ന യുവതിക്ക് തട്ടിപ്പുമായി ബന്ധമുണ്ടെന്ന സംശയം. ഇവരെക്കുറിച്ച് പോലീസിനോട് പറഞ്ഞിട്ടും അന്വേഷിക്കുന്നില്ലെന്ന് അപ്പാർട്ട്മെന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് എ രാജസിംഹൻ ന്യൂസ് 18നോട് പറഞ്ഞു. പ്രതിക്കൊപ്പം അപ്പാർട്ട്മെന്റിലേക്ക് യുവതി എത്തുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 പുറത്തുവിട്ടു. അനന്തു കൃഷ്ണന്റെ ലീഗൽ അഡ്വൈസർ താനാണെന്ന് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് പറഞ്ഞു. പണം വാങ്ങിയിട്ടില്ലെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് പ്രതികരിച്ചു. തട്ടിപ്പിൽ കോഴിക്കോട് ഫറോക്കിലും കേസെടുത്തു. അനന്തു കൃഷ്ണന്റെ അറസ്റ്റിന് പിന്നാലെയാണ് മെറീൻ ഡ്രൈവിലെ അശോക അപ്പാർട്ട്മെന്റ് അസോസിയേഷൻ ഭാരവാഹികൾ പ്രതിയുടെ ഒപ്പമുണ്ടായിരുന്ന യുവതിയെക്കുറിച്ചുള്ള വിവരങ്ങളും ദൃശ്യങ്ങളും അന്വേഷണ സംഘത്തിന് കൈമാറിയത്. അനന്തു കൃഷ്ണന്റെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റാണ് യുവതിയെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രതി തട്ടിയെടുത്ത പണവും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള വിവരവും യുവതിക്കറിയാം. എന്നാൽ യുവതിയെ ചോദ്യം ചെയ്യാനോ പ്രതി ചേർക്കാനോ അന്വേഷണ സംഘം തയ്യാറാകുന്നില്ലെന്ന് അപ്പാർട്ട്മെന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് എ രാജസിംഹൻ ന്യൂസ് 18നോട് പറഞ്ഞു. അനന്തകൃഷ്ണൻ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ സമയത്തും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരിക്കുകയും ആ ഫ്ലാറ്റിൽ അയാളോടൊപ്പം താമസിക്കുകയും ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയാണത്. അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫ്ലാറ്റിലെ ഒരു മനുഷ്യനുമായും അവർ സംസാരിക്കുകയോ അവരുടെ പേര് വെളിപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവർ ഇൻട്രാക്ട് ചെയ്യുകയോ ചെയ്തിരുന്നില്ല എന്നുള്ളത് വളരെ ദുരൂഹമായി നമുക്കിപ്പോൾ തോന്നുകയും ചെയ്യുന്നുണ്ട്. ഈ ലേഡി അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടൻ്റ് ആയിരുന്നു. പോലീസിനോട് ഞാൻ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ലേഡി ഷീ യൂസ് ടു കം ടു അവർ ജിം ഏർലി മോർണിംഗ് ഇൻ 6 o'clock. സൂംബ ഡാൻസ് കളിക്കുമായിരുന്നു ജിമ്മിൽ വന്നിന്ന്. അവർ ഷട്ടിൽ കളിക്കുമായിരുന്നു അവിടെ. അപ്പോൾ ഇതെല്ലാം അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള ഒരാളുടെ പ്രവൃത്തിയല്ല. ഇദ്ദേഹത്തിൻ്റെ കമ്പാനിയൻ ഒരാൾ, അക്കൗണ്ടൻ്റ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫണ്ട് ഹാൻഡിൽ ചെയ്ത ഒരാൾ, എപ്പോഴും ഒപ്പമുണ്ടായിരുന്ന ഒരാൾ, ഇത്രയും വലിയൊരു ചീറ്റിംഗ് നടത്തിയ ഒരാൾ, ഒരു സ്കാം. ഈ ഫണ്ട് എവിടെയാണ് കൊണ്ട് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് അത് ഹൈഡ് ചെയ്തിരിക്കുന്നത്? അനന്തകൃഷ്ണനെതിരായ കേസ് ഒത്തുതീർക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. കേസിൽ രാഷ്ട്രീയ ഇടപെടൽ നടക്കുന്നുണ്ടെന്നും അഡ്വക്കേറ്റ് എ രാജസിംഹൻ ആരോപിച്ചു. രാഷ്ട്രീയ ഇടപെടലുകൾ നടക്കുന്നുണ്ടെന്നത് തീർച്ചയായിട്ടും അങ്ങനെ അനുമാനിക്കാം. രാഷ്ട്രീയ ഇടപെടലുകൾ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കാനുള്ളൊരു ഇടപെടലായിരിക്കും ഇതിൽ നടക്കുക. ഒരു പ്രഥമ ദൃഷ്ട്യാ നോക്കുമ്പോൾ കാണുന്ന ഒരു സവിശേഷത, ഈ കേസിന് പ്രത്യേകിച്ച് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒന്നുമില്ല. നോബഡി വാണ്ട്സ് ദിസ് കേസ്. ദെർ ഇസ് നോബഡി ടു ഓൺ ഇറ്റ് ഓർ ടു ക്ലൈം ഇറ്റ് എക്സെപ്റ്റ് ദ മീഡിയ. മീഡിയ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് മാത്രം പോകുന്ന ഒരു ലൈഫേ ഈ കേസിനുള്ളൂ. എന്നാൽ യുവതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ അന്വേഷണ സംഘം തയ്യാറായില്ല. കോടികളുടെ ഇടപാട് നടന്ന വലിയ തട്ടിപ്പാണ് അനന്തകൃഷ്ണൻ നടത്തിയതെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. അനന്തകൃഷ്ണന് വേണ്ടി ഹാജരാക്കുമെന്ന് ലാലി വിൻസെന്റ് പറഞ്ഞു. ഞാൻ തന്നെയാണ് ലീഗൽ അഡ്വൈസർ. അഗസ്റ്റസിനെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. കാരണം കണ്ണൂർ കോടതിയിൽ അനന്തുവിൻ്റെ ഒപ്പം വേറൊരു കേസിൽ ഞാൻ പ്രതിയായതുകൊണ്ട് ഞാനത് വാദിക്കുന്നത് മോറലി ശരിയല്ല. അതുകൊണ്ട് അഗസ്റ്റസാണ് വാദിച്ചത്. പക്ഷേ ഞാൻ അഗസ്റ്റസിൻ്റെ കൂടെ സപ്പോർട്ടീവായിട്ടുണ്ട്. അനന്തകൃഷ്ണനിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ലെന്ന് ഡീൻ കുര്യാക്കോസ് MP. അപ്പോൾ ഞാനോ എൻ്റെ സ്റ്റാഫോ ഏതെങ്കിലും തരത്തിൽ ഈ പറയപ്പെടുന്ന വ്യക്തിയുമായി മറ്റു തരത്തിലുള്ള ഒരു ഇടപാട് നടത്തിയിട്ടില്ല. കേരള ഗ്രാമനിർമ്മാണ സമിതി സെക്രട്ടറി സുരേഷ് ബാബുവിന്റെ പരാതിയിൽ പാതിവില തട്ടിപ്പിൽ കോഴിക്കോട് ഫറോക്കിലും കേസെടുത്തു. 6,32,00,000 രൂപയുടെ തട്ടിപ്പ് നടത്തിയതായാണ് പരാതി. 918 ഗുണഭോക്താക്കൾക്ക് സ്കൂട്ടർ പകുതി വിലയ്ക്ക് നൽകാമെന്നും ലാപ്ടോപ്പും മറ്റ് വീട്ടുപകരണങ്ങളും നൽകാം എന്നുമായിരുന്നു കരാർ. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 കൊച്ചി. പാതിവില തട്ടിപ്പ് കേസിൽ കേസെടുത്ത് ED. ECIR രജിസ്റ്റർ ചെയ്തു. ED കൊച്ചി യൂണിറ്റാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പ്രധാനമന്ത്രിയുടെ ചിത്രമടക്കം ദുരുപയോഗം ചെയ്തെന്ന IB റിപ്പോർട്ടിന് പിന്നാലെയാണ് ED നടപടി. പാതിവില തട്ടിപ്പിൽ CN രാമചന്ദ്രൻ നായർക്കായി നാഷണൽ NGO കോൺഫെഡറേഷൻ ചെയർമാൻ ആനന്ദകുമാറിന്റെ വാർത്താക്കുറിപ്പ്. രാമചന്ദ്രൻ നായർ കോൺഫെഡറേഷനിൽ ഇടപെട്ടിട്ടില്ലെന്നും നേരത്തെ തന്നെ രാജി സമർപ്പിച്ചിരുന്നതായും വാർത്താക്കുറിപ്പിൽ പറയുന്നു. സംഘടനയുടെയും ബോർഡ് മീറ്റിംഗിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. പെരിന്തൽമണ്ണ പോലീസ് ആനന്ദകുമാറിനെ 1-ാം പ്രതിയും CN രാമചന്ദ്രൻ നായരെ 3-ാം പ്രതിയാക്കിയും കേസെടുത്തതിന് പിന്നാലെയാണ് വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത്. ബ്രൂവറി വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഓർത്തഡോക്സ് സഭ. ഇരുട്ടിനെ കൂരിരുട്ടാക്കുന്നതാണ് സർക്കാരിന്റെ നയം. മദ്യത്തിന്റെ കുത്തൊഴുക്കുള്ള സമൂഹത്തിൽ വീണ്ടും അതിനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ബ്രൂവറിയിലൂടെ സർക്കാരെന്ന് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ പറഞ്ഞു. വീണ്ടും ബ്രൂവറി മേഖലയുള്ളതായ മദ്യ ഒഴുക്കുകൾ ഉണ്ടാക്കുന്നതിന് ഗവൺമെൻറ് തയ്യാറാകുന്നത് ഇരുട്ടിനെ കൂരിരുട്ടാക്കുവാനുള്ളതായ ശ്രമമാണ്. അതൊരിക്കലും ആശാസ്യമായുള്ള ഒരു നടപടിയല്ല. അതിനെതിരെ ജനം പ്രതികരിക്കുന്നെങ്കിൽ അതിശയിക്കാനില്ല. ഈ സമൂഹത്തെ
മദ്യമൊഴുക്കി നശിപ്പിക്കരുത്. ഈ സമൂഹം ദൈവസന്നിധിയിൽ പ്രകാശത്തിൽ ജീവിക്കേണ്ടവരാരെ അന്ധകാരത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് അവരെ വിട്ടുകൊടുക്കുവാനായിട്ട് സാധ്യമല്ല. കേരളം ലഹരിക്കടത്തിന്റെ കേന്ദ്രമായി മാറിയെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെയായിരുന്നു വിമർശനം. ലഹരിക്കടത്ത് തടയാൻ ഒന്നിച്ചു നിൽക്കാമെന്ന് പറഞ്ഞ സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ചോദ്യം. എന്നാൽ ലഹരിക്കടത്ത് കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ലെന്നായിരുന്നു എക്സൈസ് മന്ത്രി എം.ബി. രാജേഷിന്റെ മറുപടി. ലഹരി ഉപയോഗം മൂലമുള്ള ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ കൂടുന്ന സാഹചര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ഉപക്ഷേപത്തിന്മേലാണ് ചൂടേറിയ ചർച്ച നടന്നത്. ലഹരി ഉപയോഗത്തിലൂടെ സ്വന്തം രക്ഷിതാക്കളെ വരെ കഴുത്തറുത്ത് കൊല്ലുന്ന കാലമാണിതെന്ന് ഉപക്ഷേപം അവതരിപ്പിച്ച പി.സി. വിഷ്ണുനാഥ്. ലഹരി സ്വന്തം രക്ഷിതാക്കളെ വരെ കഴുത്തറുത്തും ചവിട്ടിയും കൊല്ലുന്ന മക്കളെ സൃഷ്ടിക്കുന്ന കാലമാണ്. സാർ, താമരശ്ശേരിയിലേത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഒരു തലമുറയുടെ മസ്തിഷ്കത്തെ കാർന്നു തിന്നുന്ന വൈറസായി ലഹരി മാറുകയാണ്. ലഹരി ഉപയോഗിക്കുന്ന തലമുറ യാത്ര ചെയ്യുന്നത് മരണത്തിലേക്കാണ്. ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ലഹരി നിറഞ്ഞിരിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഈ കെമിക്കൽ സബ്സ്റ്റൻസ് എല്ലാം കഴിക്കുന്നവർ പിന്നെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നില്ല. അഡിക്ഷൻ വരുന്നവർ ഒരു ഡി അഡിക്ഷൻ സെന്ററിന് വരെ ഭേദമാക്കാൻ പറ്റുന്നില്ല. മരണത്തിലേക്കുള്ള യാത്രയാണ് തുടങ്ങുന്നത്. അത്ര അപകടത്തിലാണ് നിൽക്കുന്നത്. എന്താണ് കേരളത്തിലെ സ്ഥിതി? ഇതിന്റെ അവൈലബിലിറ്റി എന്താണ്? സ്കൂളിൽ, കോളേജിൽ, ഹോസ്റ്റലിൽ, ബീച്ചിൽ, പൊതുസ്ഥലത്ത്, ഹോട്ടലിൽ, വാക്വേയിൽ, ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിൽ, ഒഴിഞ്ഞുകിടക്കുന്ന വീട്ടിൽ, കലുങ്കിനടിയിൽ, എവിടെ നോക്കിയാലും ഇത് സുലഭമാണ്. സംസ്ഥാനത്ത് ലഹരിയുടെ വ്യാപനം കൂടിയിട്ടുണ്ടെങ്കിലും കേരളം ലഹരിയുടെ കേന്ദ്രമായി മാറിയിട്ടില്ലെന്നായിരുന്നു എക്സൈസ് മന്ത്രി എം.ബി. രാജേഷിന്റെ മറുപടി. Magnitude of substance use in India 2019 റിപ്പോർട്ടാണ്. അതിൽ ദേശീയ തലത്തിൽ മയക്കുമരുന്ന് ഉപഭോഗത്തിൽ കേരളം ഏറ്റവും പിന്നിലാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. കേരളം ഏറ്റവും പിന്നിലാണ്. ഇതൊരു വസ്തുതയാണ്. ഈ പറയുന്നതിനർത്ഥം നമുക്ക് ആശ്വസിക്കാമെന്നൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഇത് നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാവേണ്ട കാര്യമില്ലല്ലോ. വസ്തുതയായിട്ട് നമ്മൾ കാണണം. നമ്മുടെ സംസ്ഥാനത്തും ഇതിന്റെ വ്യാപനം കൂടുന്നുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഒരു പരാമർശം നടത്തിയതുപോലെ കേരളം ലഹരിയുടെ കേന്ദ്രമായിട്ട് മാറിയിട്ടില്ല. ഇതിന്റെ വ്യാപനം കൂടുന്നുണ്ട്. ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് ദേശീയ തലത്തിലെ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട കണക്കുകൾ നിരത്തിയായിരുന്നു എക്സൈസ് മന്ത്രിയുടെ പ്രതിരോധം. ന്യൂസ് 18 തിരുവനന്തപുരം. ലഹരി കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയെ വെറുതെ വിട്ടു. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് നടപടി. 2015 ജനുവരി 30-നാണ് കൊക്കൈനുമായി ഷൈൻ അടക്കം 5 പേർ പിടിയിലാകുന്നത്. ഷൈനോടൊപ്പം മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. കേരളത്തിലെ ആദ്യത്തെ കൊക്കൈൻ കേസിൽ ഷൈൻ ടോം ചാക്കോയും മറ്റെല്ലാ പ്രതികളും കുറ്റവിമുക്തരായി. 2015 ജനുവരി 30-നായിരുന്നു ഷൈൻ ടോം ചാക്കോയെയും 4 യുവതികളെയും കൊച്ചി കടവന്ത്രയിലെ ഫ്ളാറ്റിൽ വെച്ച് കൊക്കൈൻ ഉപയോഗിച്ചതിന് പോലീസ് പിടികൂടിയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാത്രി 12 മണിക്ക് നടത്തിയ റെയ്ഡിൽ ഷൈൻ ടോം ചാക്കോയും മോഡലുകളായ രേഷ്മ രംഗസ്വാമി, ബ്ലസ്സി സിൽവെസ്റ്റർ, ടിൻസ് ബാബു, സ്നേഹ ബാബു എന്നിവരാണ് പിടിയിലായിരുന്നത്. കേസിൽ 8 പ്രതികളാണ് ഉണ്ടായിരുന്നത്. കാക്കനാട്ടെ ഫോറൻസിക് ലാബിലായിരുന്നു ഇവരുടെ രക്തസാമ്പിൾ ആദ്യം പരിശോധനയ്ക്കായി അയച്ചിരുന്നത്. എന്നാൽ ഈ പരിശോധനയിൽ കൊക്കൈന്റെ സാന്നിധ്യം കണ്ടെത്താനായിരുന്നില്ല. 2018 ഒക്ടോബറിലായിരുന്നു അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചിരുന്നത്. അറസ്റ്റിലായതിനു പിന്നാലെ താൻ കൊക്കൈൻ കൈവശം വെച്ചിട്ടില്ലെന്നായിരുന്നു ഷൈൻ ടോം ചാക്കോ പറഞ്ഞത്. ഷൈൻ ടോം ചാക്കോയ്ക്ക് വേണ്ടി അഭിഭാഷകൻ രാമൻ പിള്ളയാണ് കോടതിയിൽ ഹാജരായത്. ന്യൂസ് 18 കൊച്ചി. പത്തനംതിട്ട അടൂരിൽ 5ാം ക്ലാസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു. കേസിൽ 16-കാരനടക്കം 2 പേർ അറസ്റ്റിലായി. എറണാകുളം സ്വദേശിയായ 19-കാരൻ സുധീഷാണ് കൂട്ടുപ്രതി. ഗുരുതര ഉപദ്രവമാണ് കുട്ടിക്ക് നേരിടേണ്ടി വന്നതെന്ന് അടൂർ ഡിവൈഎസ്പി പറഞ്ഞു. ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. പ്രദേശവാസിയായ 16-കാരനും അടൂരിൽ ബന്ധുവീട്ടിലെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ എറണാകുളം സ്വദേശിയായ സുധീഷും ചേർന്നാണ് കുട്ടിയെ പീഡിപ്പിച്ചത്. കൂട്ടുകാരികൾക്കൊപ്പം നിൽക്കുകയായിരുന്നു 5ാം ക്ലാസ്സുകാരി. ഇരുവരും ചേർന്ന് മറ്റു കുട്ടികളെ വിരട്ടിയ ശേഷമാണ് 5ാം ക്ലാസ്സുകാരിയെ ബലമായി വലിച്ചിഴച്ചു കൊണ്ടുപോയി സമീപത്തെ ആളൊഴിഞ്ഞ വീട്ടിലെത്തിച്ച് പീഡിപ്പിച്ചത്. കുട്ടി വീട്ടിൽ വിവരം അറിയിച്ചതോടെ പോലീസിൽ പരാതി നൽകി. പോക്സോ പ്രകാരം കേസെടുത്ത അടൂർ പോലീസ് ഇന്നലെ ഇരുവരെയും കസ്റ്റഡിയിലെടുത്തു. പ്രതികൾക്കെതിരെ തെളിവുകൾ ലഭിച്ചതായി അടൂർ ഡിവൈഎസ്പി. വളരെ ഗുരുതരമായിട്ടാണ് കുട്ടിയെ ഉപദ്രവിച്ചിട്ടുള്ളത്.
അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും മറ്റു കാര്യങ്ങളും നടക്കുന്നുണ്ട്. അത്യാവശ്യം തെളിവുകളെല്ലാം നമ്മൾ ശേഖരിച്ചു കഴിഞ്ഞു. പ്രതികളും കസ്റ്റഡിയിലായിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത പ്രതിയെ ജുവനൈൽ ബോർഡിന് മുമ്പാകെയും സുധീഷിനെ മജിസ്ട്രേറ്റിന് മുമ്പാകെയും ഹാജരാക്കി. പ്രതി സുധീഷിനെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പത്തനംതിട്ട. മുക്കം പീഡനശ്രമ കേസിൽ മുഖ്യപ്രതി സങ്കേതം ഹോട്ടൽ ഉടമ ദേവദാസിനെതിരെ ഗുരുതര ആരോപണവുമായി യുവതി. കെട്ടിടത്തിൽ നിന്നും ചാടി പരിക്കേറ്റ ശേഷവും ദേവദാസും ജീവനക്കാരും തന്നെ വലിച്ചിഴയ്ക്കാൻ ശ്രമിച്ചെന്നാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ. ആൺ സുഹൃത്തിന് ഒപ്പമുള്ള CCTV ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ദേവദാസ് ബ്ലാക്ക് മെയിലിംഗിന് ശ്രമിച്ചു. തന്നെ വകവരുത്തുകയായിരുന്നു ദേവദാസിന്റെ ലക്ഷ്യമെന്ന് സംശയിക്കുന്നതായും യുവതി ന്യൂസ് 18നോട് പറഞ്ഞു. ജോലിക്ക് ചേരുന്നതിന് 1 വർഷം മുമ്പ് ഓഫർ ലെറ്റർ തന്ന ദേവദാസ് മറ്റിടങ്ങളിൽ ജോലിക്ക് കയറുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചു. പണവും സഹായങ്ങളും നൽകി വിശ്വാസ്യത ആർജിച്ചു. എന്നാൽ വൈകാതെ തന്നെ ഇയാളുടെ ലക്ഷ്യം വ്യക്തമായി. 2 വട്ടം ജോലി ഉപേക്ഷിച്ച് മടങ്ങിയെങ്കിലും കാലുപിടിച്ച് തിരിച്ചെത്തിച്ചു. ആൺസുഹൃത്തുക്കൾ വീട്ടിലെത്തിയപ്പോൾ എടുത്ത CCTV ദൃശ്യം കാട്ടി ബ്ലാക്ക് മെയിലിംഗിനും ദേവദാസ് ശ്രമിച്ചു. എനിക്ക് തോന്നുന്നു ഇയാൾ എന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പിന്നെ അത് അന്ന് വേറെ ആരോ വന്ന് കൊന്നതാണോ എന്ന് പറയാൻ. ഓൾറെഡി അല്ലെങ്കിൽ അന്നത്തെ CCTV റെക്കോർഡുണ്ട്. അതൊരു 16-ാം തീയതി അങ്ങനെ നടന്ന സംഭവം. ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് അവിടെ കൂടിയത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരാൾ എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാൾ പറയുന്നുണ്ട് ആ സമയത്ത് അവിടെ വേറെ ആരോ വന്നു, അയാളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ വന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന അവിടുത്തെ CCTV എന്ത് വേണേലും ചെക്ക് ചെയ്യാം. ദേവദാസിന് കീഴടങ്ങില്ലെന്ന് ഉറപ്പിച്ചതോടെയാണ് കെട്ടിടത്തിൽ നിന്നും ചാടിയത്. പരിക്കേറ്റ് നിലത്ത് വീണ ശേഷവും വലിച്ചിഴയ്ക്കാൻ ശ്രമിച്ചു. നാട്ടുകാർ എത്തിയപ്പോൾ മാത്രമാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത്. എൻ്റെ കൈമുട്ടിനുള്ള മുറിവിൽ മാത്രം അവരൊരു പഞ്ഞി എന്തോ ബാൻഡേജ് എന്തോ വെച്ച് തന്നു. പിന്നെ ഒരു ഗ്ലൂക്കോസും കയറ്റി തന്നു. നല്ല ബെഡ് പോലും ഉണ്ടായിരുന്നില്ല. അവിടെ കിടന്നിട്ട് ഇവിടെയാണല്ലോ വേദന. അത് വെച്ച് ഞാൻ പുലർച്ചെ വരെ ഞാൻ അന്ന് ഉറങ്ങുകയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ എൻ്റെ ഫോണൊക്കെ ചാർജ് ചെയ്തിരുന്നു ഓഫായിപ്പോയി. ആരെയും വിളിക്കാനൊന്നും പിന്നൊന്നും പറ്റിയൊന്നുമില്ല. രാവിലെ അമ്മാവനും അമ്മയും അച്ഛനും കൂടെ വന്നു. പിന്നെയാണ് എൻ്റെ കാല് നോക്കുന്നതും എക്സ്റേ എടുക്കുന്നത്, CT സ്കാൻ എടുക്കുന്നത്. എന്നിട്ട് അവർ പറയുന്നത് സീരിയസ് ICUവിൽ കൊണ്ടുപോകണമെന്ന്. ആശുപത്രിയിലെത്തിയ ശേഷം ആദ്യ ദിനം കൃത്യമായ ചികിത്സ ലഭിച്ചില്ല. തന്റെ മൊഴി പ്രകാരമുള്ള FIR പോലീസ് ആദ്യമിടാത്തതിൽ വേദനയുണ്ടെന്നും യുവതി പറഞ്ഞു. രണ്ടാമത്തെ FIR എൻ്റെ ആദ്യത്തെ FIR മാറ്റി എഴുതി എന്നൊക്കെ ഞാൻ അറിഞ്ഞു. പിന്നെ അതെനിക്കെന്ന് പറഞ്ഞാൽ ആ ഒരു ലേഡി പോലീസ് അവരെ വന്നിട്ടുണ്ടായിരുന്നെ. അവർ കണ്ടത് തന്നെ സ്ട്രെച്ചറിൽ നിന്ന് എടുത്ത് മാറ്റുന്നതും ഞാൻ അനുഭവിക്കുന്ന കരഞ്ഞ കരച്ചിലെല്ലാം അവർ കണ്ടതാ. അത് കണ്ടിട്ട് അവരത് മാറ്റി എഴുതി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. അതെ, അങ്ങനെ ആക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരാഴ്ചത്തെ ചികിത്സയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് യുവതി കണ്ണൂരിലെ വീട്ടിലെത്തിയത്. ഇടുപ്പല്ലിന് ഗുരുതരമായി പരിക്കുള്ളതിനാൽ മാസങ്ങളോളം ചികിത്സ തുടരണം. ന്യൂസ് 18 കോഴിക്കോട്. കയർ ബോർഡ് ജീവനക്കാരി ജോളി മധുവിന്റെ മരണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് കേന്ദ്ര ചെറുകിട വ്യവസായ മന്ത്രാലയം. അന്വേഷണത്തിന് 3-അംഗ സമിതിയെ നിയോഗിച്ചു. അതിനിടെ കയർ ബോർഡ് ചെയർമാനെതിരെ ആരോപണവുമായി മരിച്ച ജോളിയുടെ കുടുംബം രംഗത്തെത്തി. വസ്തുതാവിരുദ്ധമായ പ്രസ്താവനയാണ് ചെയർമാൻ നടത്തുന്നതെന്ന് കുടുംബം ആരോപിച്ചു. ജോളി മധുവിന്റെ മരണത്തിന് പിന്നാലെ കയർ ബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ കുടുംബം ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ചെറുകിട വ്യവസായ മന്ത്രാലയം കുടുംബവുമായി സംസാരിച്ചു. പിന്നാലെയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. 3-അംഗ സംഘം അന്വേഷണ റിപ്പോർട്ട് 15 ദിവസത്തിനകം നൽകണം. ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആരോപണങ്ങളാണ് സമിതി പ്രധാനമായും പരിശോധിക്കുക. മരണത്തിന് പിന്നാലെ കയർ ബോർഡ് ചെയർമാൻ പുറത്തിറക്കിയ പ്രസ്താവന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് ജോളി മധുവിന്റെ കുടുംബം ആരോപിച്ചു. ജോളിയുടെ ട്രാൻസ്ഫർ മരവിപ്പിച്ചു എന്നായിരുന്നു കയർ ബോർഡിന്റെ വിശദീകരണം. എന്നാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷമാണ് ട്രാൻസ്ഫർ റദ്ദാക്കിയതെന്നാണ് കുടുംബം പറയുന്നത്. മരണശേഷവും കയർ ബോർഡ് ചെയർമാൻ മാധ്യമങ്ങളോടോ പൊതുജനങ്ങളോടോ വസ്തുത സംസാരിക്കാൻ തയ്യാറായില്ലെന്നും കുടുംബം പറയുന്നു. ജോളിയുടെ മൃതദേഹം ഇന്ന് കയർ ബോർഡ് കൊച്ചി ആസ്ഥാനത്തും വീട്ടിലും പൊതുദർശനത്തിന് വയ്ക്കും. നാളെ രാവിലെ 11-ന് ഇടപ്പള്ളിയിലാണ് സംസ്കാരം. ന്യൂസ് 18 കൊച്ചി. വടകരയിൽ കാർ ഇടിച്ച് 9 വയസ്സുകാരി ദൃശാന കോമയിലായ സംഭവത്തിൽ പ്രതി ഷെജിലിന് ജാമ്യം അനുവദിച്ചു. വടകര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അശ്രദ്ധ മൂലമുണ്ടായ മരണത്തിന് IPC 304A പ്രകാരമുള്ള കേസിലാണ് ജാമ്യം. മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ കേസ് ഡയറി ഹാജരാക്കാൻ SITക്ക് നിർദ്ദേശം നൽകി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം. നവീൻ ബാബുവിന്റെ ഭാര്യ K മഞ്ജുഷയുടെ അപ്പീലിലാണ് നടപടി. ക്രൈംബ്രാഞ്ച് അന്വേഷണമല്ല CBI അന്വേഷണമാണ് വേണ്ടതെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. വാദം കേൾക്കാൻ K മഞ്ജുഷയും മകളും
ഹൈക്കോടതിയിൽ എത്തിയിരുന്നു. ജമ്മുവിൽ ഭീകരർ നടത്തിയ IED സ്ഫോടനത്തിൽ 2 സൈനികർ കൊല്ലപ്പെട്ടു. ഒരാൾ ഗുരുതരാവസ്ഥയിലാണ്. ജമ്മു കശ്മീരിലെ അക്നൂർ സെക്ടറിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപമാണ് സ്ഫോടനമുണ്ടായത്. പാക് അധിനിവേശ കശ്മീരിലെ വനത്തിൽ ഒളിച്ചിരുന്ന ഭീകരവാദികൾ ശനിയാഴ്ച നിയന്ത്രണ രേഖയിൽ പെട്രോളിംഗ് നടത്തുകയായിരുന്ന ഇന്ത്യൻ സൈനികർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ആഭ്യന്തര കലഹം വർദ്ധിക്കുന്നുവെന്ന അഭ്യൂഹങ്ങൾക്കിടെ പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി MLA-മാരുമായി കൂടിക്കാഴ്ച നടത്തിയ അരവിന്ദ് കെജ്രിവാൾ. ഡൽഹിയിലെ കപൂർത്തല ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച. 30 MLA-മാരുമായി ആശയവിനിമയം നടത്തിയെന്ന കോൺഗ്രസിന്റെ അവകാശവാദങ്ങൾക്കിടെയായിരുന്നു കൂടിക്കാഴ്ച. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഭഗവത് മാനെ മാറ്റാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്ന പ്രചാരണം ശക്തമാക്കുകയാണ് കോൺഗ്രസും BJP. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള ആലോചന വീണ്ടും സജീവമാക്കി BJP. ബീരേൻ സിംഗിന് പകരം പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ സമവായമാകാത്തതാണ് കാരണം. ഒരു ഭാഗത്ത് കുക്കി വിഭാഗക്കാരായ BJP MLA-മാർ, മറുഭാഗത്ത് ബിരേൻ സിംഗ് അനുകൂലികളായ മെയ്തേ സംഘടനകൾ. ഇരു കൂട്ടർക്കും യോജിക്കാൻ കഴിയുന്ന ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കണ്ടെത്താൻ BJP കേന്ദ്ര നേതൃത്വത്തിനായിട്ടില്ല. കുക്കി വിഭാഗത്തിൽ നിന്നുള്ള BJP MLA-മാരെ ഡൽഹിയിൽ വിളിപ്പിച്ച് ചർച്ച നടത്തിയെങ്കിലും സമവായം കണ്ടെത്താനായില്ല. മെയ്തേ സംഘടനകളെ പിണക്കാനും BJP തയ്യാറല്ല. തൽക്കാലം മണിപ്പൂർ നിയമസഭ മരവിപ്പിച്ചു നിർത്തിയിരിക്കുന്നത് തുടരും. BJP-യിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള സംബിത് പത്ര മണിപ്പൂർ ഗവർണറെ കണ്ട് രാഷ്ട്രീയ സ്ഥിതിഗതികൾ വിശദീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞു മടങ്ങിയ ശേഷമാവും അന്തിമ തീരുമാനം. രാഷ്ട്രപതി ഭരണത്തിൽ സമാധാനം പുനഃസ്ഥാപിച്ച ശേഷം തെരഞ്ഞെടുപ്പിലേക്ക് പോകാമെന്ന ആശയത്തിനാണ് ഇപ്പോൾ BJP-യിൽ മുൻതൂക്കം. കോൺഗ്രസ് അവിശ്വാസത്തെ പിന്തുണയ്ക്കുമെന്ന് കുക്കി വിഭാഗക്കാരായ BJP MLA-മാർ ഭീഷണി മുഴക്കിയതിനെ തുടർന്നായിരുന്നു ബിരേൻ സിംഗിനോട് രാജിവെക്കാൻ BJP കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. നിർമ്മിത ബുദ്ധിയുടെ വികാസത്തിൽ തൊഴിൽ നഷ്ടം ഉണ്ടാകുമോ എന്നതാണ് പ്രധാന ആശങ്കയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിൽ ആഗോള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടി മോദി അഭിസംബോധന ചെയ്തു. AI-യുടെ മൂല്യങ്ങൾ പങ്കുവെക്കുന്നതിനൊപ്പം AI ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാനും രാജ്യങ്ങൾ തമ്മിൽ സഹകരണം ആവശ്യമാണെന്ന് മോദി പറഞ്ഞു. അതിവേഗം വളരുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വ്യവസായത്തിന്റെ അമിത നിയന്ത്രണം പ്രതികൂലമായി ബാധിക്കുമെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് അഭിപ്രായപ്പെട്ടു. എല്ലാ ബന്ധികളെയും ശനിയാഴ്ച ഉച്ചയോടെ മോചിപ്പിക്കണമെന്ന് ഹമാസിനോട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ അവസാനിപ്പിക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് അംഗീകരിച്ച കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന് ഇസ്രയേലിനോടും ഹമാസിനോടും UN മേധാവി അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. പ്രയാഗ്രാജിൽ മഹാകുംഭമേളയിൽ പങ്കെടുത്ത അംബാനി കുടുംബം. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി, അമ്മ കോകില ബെൻ, അംബാനി മക്കളായ ആകാശ് അംബാനി, അനന്ത് അംബാനി, അനന്തിന്റെ ഭാര്യ രാധിക മെർച്ചന്റ് എന്നിവരാണ് കുംഭമേളയ്ക്ക് എത്തിയത്. ആകാശ് അംബാനിയുടെ ഭാര്യ ശ്ലോക മേത്ത, മക്കളായ പൃഥ്വി, വേദ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. മാഘപൂർണിമയ്ക്ക് മുന്നോടിയായി തീർത്ഥാടകരുടെ തിരക്കായതിനാൽ ബോട്ടിലാണ് കുടുംബം ത്രിവേണി സംഗമത്തിലേക്ക് എത്തിയത്. റിലയൻസ് ഫൗണ്ടേഷൻ കുംഭമേളയ്ക്ക് എത്തുന്ന തീർത്ഥാടകർക്കായി സൗജന്യ ഭക്ഷണം, വൈദ്യസഹായം, ഗതാഗത സഹായം, മെച്ചപ്പെട്ട കണക്ടിവിറ്റി തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Kavita Gold and Diamonds. Choose your special. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8,020 രൂപ, പവന് 64,160 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6,650 രൂപ, പവന് 53,200 രൂപ. വെള്ളി ഗ്രാമിന് 105 രൂപ, കിലോയ്ക്ക് 1,05,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Kavita Gold and Diamonds. Choose your special. പഴയകാല പാട്ടുപെട്ടികളുടെ ഒരു കാവൽക്കാരനുണ്ട് ഇടുക്കിയിൽ. നെടുങ്കണ്ടം സ്വദേശിയായ വരമ്പകത്ത് KC ചാക്കോ. ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഗ്രാമഫോൺ മുതൽ നിരവധി ഉപകരണങ്ങളാണ് ചാക്കോയുടെ ശേഖരത്തിൽ ഉള്ളത്. ഈ റിപ്പോർട്ടോടുകൂടി ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഇന്നലകളുടെ പാട്ടോർമ്മകളുടെ കാവൽക്കാരനാണ് ചാക്കോ. 1920 കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ നിർമ്മിച്ച ഗ്രാമഫോൺ
1924 ഗ്രാമഫോൺ പെട്ടി, വാൽവ് ട്രാൻസിസ്റ്റർ റേഡിയോകൾ, വിവിധ റെക്കോർഡ് പ്ലെയറുകൾ തുടങ്ങി പാട്ടുപെട്ടികളുടെ വിവിധ കാലഘട്ടങ്ങളെ പ്രതിനിധീകരിക്കുന്ന നിരവധി ഉപകരണങ്ങൾ ഇവിടെയുണ്ട്. ഫിലിപ്സ്, അക്കായ്, സിമൻസ് എന്നിങ്ങനെ ജനഹൃദയങ്ങൾ കീഴടക്കിയ മിക്ക കമ്പനികളുടെയും പ്ലെയറുകളുടെ ശേഖരം. മിക്കവയും പതിറ്റാണ്ടുകൾ പഴക്കമുള്ളവയാണെങ്കിലും എല്ലാം പ്രവർത്തന സജ്ജമാണ്. ഗ്രാമഫോൺ പെട്ടിയാണ്, ഡക്കാപ്പെട്ടി എന്നതിന് പറയും. ഇത് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് 1924 കമ്പനി പുറത്തിറക്കിയതാണ്. അതിന് ഓരോ ഡിസ്ക് വയ്ക്കുമ്പോഴും നമ്മൾ ഓരോ നീഡിൽ മാറ്റി തരണം. നീഡിൽ മാറ്റിയിട്ടില്ലെങ്കിൽ ആ ഡിസ്ക് ഡാമേജ് ആവും. ഇത് ഇങ്ങനെ കുഴിഞ്ഞു പോകും. ഇത് മുറപ്പെണ്ണ എന്ന സിനിമയിലെ കരയുന്നോ പുഴ ചിരിക്കുന്നു. ഇത് വൈൻഡ് ചെയ്യുമ്പോൾ സ്പ്രിങ് മുറുകുന്നതനുസരിച്ചാണ് ഇതിൽ. വീട്ടിൽ ആദ്യ റേഡിയോ വാങ്ങിയതോടെയാണ് ചാക്കോയ്ക്ക് പാട്ടുപെട്ടികളോടുള്ള ഭ്രമം തുടങ്ങിയത്. പിന്നീട് സാങ്കേതിക വിദ്യയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് പുതിയവ വാങ്ങുകയും പഴയകാല ഉപകരണങ്ങൾ വിവിധ മേഖലകളിൽ നിന്ന് ശേഖരിക്കുകയും ചെയ്തു. ഇത് 1969 ഇറങ്ങിയ HMVയുടെ മോഡലാണിത്. HMVയുടെ വാൽവ് റേഡിയോ. ഇപ്പോൾ ഇത് വർക്കിംഗ് കണ്ടീഷനാണ്. ഇതിന് നമ്മൾ എയറിൽ വേണം, എർത്ത് വേണം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റിയോടുകൂടി ഇപ്പോഴും അത് പ്രവർത്തിക്കും. അന്നിറങ്ങിയ ഫിലിപ്സിൻ്റെ ഒരു വാൽവ് റേഡിയോയാണിത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റീരിയോ, അത് മോണയാണ്. സ്റ്റീരിയോ സെറ്റ് ആദ്യം ഇറങ്ങിയ ഫിലിപ്സിൻ്റെ വാൽവ് റേഡിയോ. ഇതും 69-70 കാലയളവിൽ ഇതും വർക്കിംഗ് ആണ്. ഞാൻ ഒരു റെക്കോർഡ് പ്ലെയറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുക. അത് ഒരു പിക്കപ്പ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം മുതലുള്ള സിനിമാ ഗാനങ്ങളുടെ മികച്ച ശേഖരവും ഇവിടെയുണ്ട്. പണ്ടുകാലത്ത് സിനിമാ ആസ്വാദകർക്ക് നൽകിയിരുന്ന പാട്ടുപുസ്തകങ്ങളും ചാക്കോയുടെ ശേഖരത്തിലുണ്ട്. ഇന്നലകളിലെ സിനിമാ ഓർമ്മകളുടെ ഒരു സൂക്ഷിപ്പുകാരൻ കൂടിയാണ് ഇദ്ദേഹം. സാങ്കേതിക വിദ്യയുടെ വിവിധ പതിറ്റാണ്ടുകളിലെ മാറ്റങ്ങളും പഴമയുടെ പ്രൗഢിയും വരും തലമുറയ്ക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഇദ്ദേഹം. പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18, ഇടുക്കി.